എൻ്റെ റൂമിൽ ഞാൻ ഏറ്റവും കൂടുതൽ വൃത്തിയാക്കേണ്ടി വരുന്ന ഒരു പോർഷനാണ് ഈ ഷെൽഫ്. കാരണം ഈ ടെക്സ്റ്റും ബുക്കും എല്ലാം ഇവിടെ ഇരിക്കുന്നത് കൊണ്ട് തന്നെ എപ്പോഴും ഓരോ ആവശ്യത്തിന് ഓരോന്ന് വലിച്ചു വാരിയെടുത്ത് ഫുള്ള് മെസ്സായി കിടക്കുന്ന ഒരു പോർഷൻ തന്നെയായിരിക്കും ഇത്. ഇങ്ങനെ മെസ്സായി കിടന്നു കഴിഞ്ഞാൽ ഞാനൊരു മടിച്ചായി മാറും. പിന്നെ എനിക്ക് ഒന്നും ചെയ്യാനൊരു ഉത്സാഹവും കാണത്തില്ല. റൂം ഫുള്ള് മെസ്സായിരിക്കും. അടുക്കി പെറുക്കുന്ന കൂട്ടത്തിലാണ് ഓരോ കളഞ്ഞു പോയ സാധനങ്ങളും കിട്ടുന്നത്. അങ്ങനെ കിട്ടിയതാണ് എൻ്റെ ഈ കണ്ണാടി. ആസ് എ ഫാർമസി സ്റ്റുഡൻറ്റ് നമുക്ക് ഓരോ സെമ്മിൽ ഓരോരോ പണികളായിരിക്കും. അങ്ങനെ ഈ വട്ടത്തെ സെമ്മിലെ പരിപാടികളാണ് ഈ ലോഷൻസും സിറപ്സും ഒക്കെ ഉണ്ടാക്കുന്ന പരിപാടി, പിന്നെ ഫേഷ്യൽ ക്രീംസും ഒക്കെ ഉണ്ടാക്കുന്ന പരിപാടി. അതിനാണ് ഈ പിന്നൊക്കെ ഞാൻ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇത് ഞാൻ ഫേവറേറ്റായിട്ട് യൂസ് ചെയ്യുന്ന എൻ്റെ മോയ്സ്ചറൈസറും സൺസ്ക്രീനും ഹെയർ സ്പായുമാണ്. എഴുതപ്പോഴാണ് ഈ പൊട്ടിക്കുന്ന പേപ്പറാണ്. പിന്നെ അതൊക്കെ പൊട്ടിച്ച് ഞാൻ കുറേ നേരം അവിടെ ഇരുന്നിട്ടാണ് പിന്നെയും ക്ലീൻ ചെയ്യാൻ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്ന് ക്ലാസ് ഇല്ലാത്തൊരു ദിവസമായതുകൊണ്ടാണ് ഇത്രയും റിലാക്സ് ആയിട്ട് എനിക്ക് ഇതൊക്കെ ഒന്ന് അടുക്കി ഒതുക്കാൻ പറ്റുന്നത്. ഇതെനിക്ക് കണ്ണൻ മിനിസോയിൽ നിന്ന് വാങ്ങി തന്ന ഒരു ഗിഫ്റ്റാണ് കേട്ടോ. ഗിഫ്റ്റെല്ലാം ഞാൻ വാശി പിടിച്ച് വാങ്ങിച്ചൊരു സാധനം തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം. ഈ മോതിരം കണ്ണൻ്റെയാണ്. കണ്ണൻ ഇതുപോലെ തലക്കുലത്തെ സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എനിക്കിതൊന്നും ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാനിതൊന്നും ഇടാനായിട്ട് സമ്മതിക്കത്തില്ല. അങ്ങനെ ഈ ഷെൽഫെല്ലാം വൃത്തിയാക്കി ഞാൻ തുടച്ച് വൃത്തിയാക്കുന്നുണ്ടായിരുന്നു. എത്ര ഞാൻ ഒതുക്കി പെറുക്കി വെച്ചാലും ഓരോ ആഴ്ചയിലും എനിക്കിത് ക്ലീൻ ചെയ്യേണ്ടി വരും. കാരണം ക്ലാസ് തുടങ്ങുമ്പോൾ എനിക്ക് ഭ്രാന്തടങ്ങുന്ന സമയങ്ങളായിരിക്കും. ഓരോ കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ വേണ്ടിയിട്ട് പാടുപെട്ടുകൊണ്ടിരിക്കുന്ന സമയങ്ങളായിരിക്കും. അപ്പോൾ ഇത് ഷെൽഫ് വീണ്ടും മെസ്സായിട്ടിരിക്കും. അങ്ങനെ ഞാൻ ബുക്കെല്ലാം വീണ്ടും റീഅറേഞ്ച് ചെയ്യാൻ തുടങ്ങി. അപ്പോഴത്തേക്ക് എനിക്ക് നന്നായിട്ട് വിശന്നു. അങ്ങനെ ഞാൻ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, പൊറോട്ടയും ബീഫും. ഞാൻ അതൊക്കെ കഴിച്ചിട്ടാണ് വീണ്ടും ഈ പരിപാടിയെല്ലാം തുടങ്ങിയത്. ഞാൻ വീഡിയോസ് ഒന്നും എടുത്തില്ല. ഞാൻ ആ ക്ലീൻ ചെയ്ത പോർഷൻസ് മാത്രം കാണിച്ചു തരാം. ഇങ്ങനെ ഞാൻ ഈ ബുക്സ് എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത് പെട്ടെന്ന് തന്നെ എനിക്ക് എടുക്കാൻ പറ്റും, അധികം മെസ്സാവത്തില്ലെന്ന് തോന്നി. ഈ വോൾ ഹാങ്ങിങ് ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിയതാണ്. പിന്നെ ഒരു ടേബിൾ ഓർഗനൈസറും വാങ്ങി പെന്നൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടി.